പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിയുടെ ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അയൽവാസി പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ പ്രതി ചെന്താമരയ്ക്ക് കടുത്ത നിരാശ. ഇനി ഒരു ദിവസത്തെ പരോൾ പോലും ആവശ്യപ്പെടില്ലെന്നും താൻ ചെയ്തത് വലിയ തെറ്റെന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു. ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് നിലവിലെ ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പിടിയിലാകുമ്പോൾ ചെന്താമര പറഞ്ഞത് തനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു മനസ്താപവുമില്ല, തനിക്ക് പരമാവധി ശിക്ഷ നൽകിക്കൊള്ളൂ എന്നാണ് അദ്ദേഹം ആദ്യം കോടതിയിൽ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ചെന്താമരയ്ക്ക് മനംമാറ്റം വന്നിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിനോദ്, ഈ ചെന്താമരയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോഴാണ് ചെന്താമര ഇത്തരത്തിൽ പുതുതായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ പോലീസിനോട് നടത്തിയിരിക്കുന്നത്. തനിക്ക് കടുത്ത നിരാശയുണ്ട് ഒരു കൊലപാതകം കൂടി നടത്താൻ കഴിയാത്തതിൽ എന്നുള്ളതാണ് ചെന്താമര പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അയൽവാസിയായ പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിലാണ് തനിക്ക് കടുത്ത നിരാശയുള്ളതായി ചെന്താമര പോലീസിനോട് പറയുന്നത്. തന്റെ കുടുംബം തകർത്തത് പുഷ്പയാണ്. താൻ നാട്ടിൽ വരാതിരിക്കാൻ നിരന്തരം പുഷ്പ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇനി ഏതായാലും പുറത്തിറങ്ങാൻ കഴിയാത്തതിൽ പുഷ്പ രക്ഷപ്പെട്ടു. ഇനി ഒരു ദിവസത്തെ പോലും പരോള് തനിക്ക് ആവശ്യപ്പെടില്ല. താൻ ചെയ്തത് വലിയ തെറ്റാണെന്നും ചെന്താമര പറയുന്നുണ്ട്. ഏതായാലും ഈ കൊലപാതകം നടത്തി ഇന്നിപ്പോൾ രാവിലെ തെളിവെടുപ്പ് ഒരു 12:25 അന്വേഷണ സംഘം പോത്തുണ്ടിയിലേക്ക് എത്തിയത്. ആ തെളിവെടുപ്പ് പുരോഗമിച്ചിരിക്കുമ്പോൾ പോലും ഈ പുഷ്പയെ, അയൽവാസിയായ പുഷ്പയെ വളരെ രൂക്ഷമായിട്ട് ചെന്താമര നോക്കുന്നുണ്ടായിരുന്നു. പുഷ്പ തന്നെ ഇത് പറയുകയും ചെയ്തു. തന്നെ വലിയ രൂക്ഷമായിട്ടാണ് ചെന്താമര നോക്കുന്നുണ്ടായത്. തനിക്കിവിടെ താമസിക്കാൻ കഴിയില്ല, ഇവിടെ നിന്നും വീടൊക്കെ വിറ്റു പോയാലോ എന്ന് ഉൾപ്പെടെയുള്ള ആലോചനയിലാണ് തങ്ങൾ എന്ന് പുഷ്പ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആ പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ കടുത്ത നിരാശയുണ്ട് എന്നുള്ളതാണ് പ്രതി പറയുന്നത്. കാരണം തന്റെ കുടുംബത്തെ ഇത്തരത്തിൽ ഇല്ലായ്മ ചെയ്തതിൽ പുഷ്പയ്ക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് ചെന്താമര ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. നേരത്തെ ഈ കൊല്ലപ്പെട്ടിട്ടുള്ള സുധാകരൻ അതുപോലെ തന്നെ ലക്ഷ്മി, അവരുടെ സുധാകരന്റെ ഭാര്യയായ സജിതയെ 2019 ചെന്താമര കൊലപ്പെടുത്തുന്നത്. ആ 2019 സജിതയെ കൊലപ്പെടുത്തുന്നത് ഒരു ജ്യോത്സ്യൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു തന്റെ കുടുംബം തകരുന്നതിന് കാരണമായത് സജിതയാണ്, നീളം മുടിയുള്ള ഒരു സ്ത്രീയാണെന്നൊക്കെ തരത്തിൽ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിലുള്ള സജിതയുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഉപരി ഈ തൊട്ടപ്പുറത്തുള്ള, അതായത് ചെന്താമരയുടെ വീടിന്റെ നേരെ ഉമ്മറത്തുള്ള ആ മുൻവശത്തുള്ള വീട്ടിലെ ആ പുഷ്പയും തന്റെ കുടുംബം തകരാൻ കാരണക്കാരിയായി എന്നുള്ളതാണ് ചെന്താമര ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പുഷ്പയെ കൊല്ലാൻ കഴിയാത്തതിലുള്ള ആ നിരാശയാണ് പോലീസിനോട് ചെന്താമര പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആ ചെന്താമരയുടെ വെളിപ്പെടുത്തൽ ഈ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ഇടെയാണ് ഇങ്ങനെ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇനി ഏതായാലും തനിക്ക് പരോള് വേണ്ട, പരോളിൽ ഇനി അതായത് ഇറങ്ങാൻ കഴിയില്ല എന്നൊക്കെ ചെന്താമര മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല താൻ ഈ ചെയ്ത് കൂട്ടുന്നതൊക്കെ വലിയ ക്രൂരതയാണ് എന്നുള്ളതും പ്രതി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അരുണാലത്തൂർ, ചെന്താമരയെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തനിക്ക് ഒരാളെ കൂടി കൊല്ലാൻ ലക്ഷ്യം ഉണ്ടായിരുന്നു. അത് അയൽവാസിയായ പുഷ്പ എന്ന് പറയുന്ന വീട്ടമ്മയെ കൂടി കൊലപ്പെടുത്താൻ താൻ ലക്ഷ്യം വെച്ചിരുന്നു. പക്ഷേ നടക്കാതെ പോയതിലുള്ള നിരാശയും ചെന്താമര പങ്കുവെക്കുന്നുണ്ട്. താൻ ചെയ്ത വലിയ കുറ്റമാണെന്ന് സമ്മതിക്കുന്നു. ഇത്തരത്തിലാണ് തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ ചെന്താമര പ്രതികരിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.